വളരെ പ്രധാനപ്പെട്ട മറ്റു രണ്ട് വാർത്തകളിലേക്കാണ് പോകുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ ഭീകരാക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. തെക്കൻ പാകിസ്ഥാനിലെ കറാച്ചി നഗരത്തിൽ പോലീസ് സ്റ്റേഷനിലുണ്ടായ വെടിവയ്പിൽ 3 ഭീകരരെ പാക് സേന വധിച്ചു. 2 പോലീസുകാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഉത്തരവാദിത്തം പാക് താലിബാൻ ഏറ്റെടുത്തു. വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ആൻസില ചേരുന്നു. ആൻസില, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇപ്പോൾ നിരവധി, അതായത് 2-3 പ്രാവശ്യമായി ഇത്തരത്തിലുള്ള ഭീകര ആക്രമണങ്ങൾ ഈ 2003 വർഷം പിറന്നതിന് ശേഷം ഉണ്ടാകുന്നത്. 2022 നവംബറിലാണ് പാക് ഭീകര സംഘടനയായിട്ടുള്ള പാക് താലിബാൻ സർക്കാരുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നത്, വെടിനിർത്തൽ കരാർ. അതിനുശേഷമാണ് ഈ ഭീകര ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്, ചാവേർ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ഇതെല്ലാം വളരെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഏറ്റവും ഒടുവിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ആക്രമണത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ പാക് സർക്കാരുമായിട്ട് പാക് താലിബാൻ ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയിരുന്നെങ്കിലും ഇപ്പോൾ തുടർച്ചയായിട്ട് പാകിസ്ഥാനിൽ ചാവേർ ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനുകൾക്ക് നേരെ ചാവേർ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുൻപിലുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ പേഷാവാറിൽ ഒരു പള്ളിക്ക് നേരെ ചാവേർ ആക്രമണം ഉണ്ടായതായി കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഏകദേശം 100-ലധികം ആളുകൾക്കാണ് ആ ചാവേർ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇന്നലെ അതുപോലെ തന്നെ കറാച്ചിയിലെ പോലീസ് ആസ്ഥാനത്ത് ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ള പോലീസ് ആസ്ഥാനത്തേക്കാണ് ചാവേർ ആക്രമണം ഉണ്ടായത്. കറാച്ചിയിലെ പോലീസ് സേനയുടെ യൂണിഫോം ധരിച്ചാണ് ഈ ഭീകരർ പോലീസ് ആസ്ഥാനത്ത് എത്തിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അനുസരിച്ച് 4 പേർ ഈ ചാവേർ ആക്രമണത്തിൽ അല്ലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ 5 ഭീകരരെ പോലീസ് വധിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി ഭീകരരെ ജീവനോടെ പിടിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ആക്രമണം ഉണ്ടായ ഉടനെ തന്നെ പോലീസും അർദ്ധസൈനിക വിഭാഗങ്ങളും എല്ലാം തന്നെ ഈ പോലീസ് ആസ്ഥാനം വളരുകയും ഏകദേശം 4 മണിക്കൂറോളം നീണ്ടുനിന്ന ഏറ്റുമുട്ടലിന് ഒടുവിലാണ് ഭീകരരെ കീഴ്പ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. കറാച്ചി പോലീസിന്റെ യൂണിഫോം ധരിച്ചാണ് ഭീകരർ എത്തിയത്. അതുകൊണ്ടായിരിക്കണം വളരെ എളുപ്പത്തിൽ തന്നെ ഭീകരർക്ക് കറാച്ചി പോലീസിന്റെ ആസ്ഥാനത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത് എന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പാകിസ്ഥാൻ റേഞ്ചേഴ്സ് നടത്തിയ പ്രത്യാക്രമണത്തിൽ 5 ഭീകരവാദികൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്ക് വെടിയേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കെട്ടിടത്തിന് അകത്ത് ഇത്തരത്തിലുള്ള ഭീകരാക്രമണം ഉണ്ടാകുന്നതിന് മുമ്പ് കെട്ടിടത്തിന് പുറത്ത് നിരവധി സ്ഫോടനങ്ങളും മറ്റ് സംഭവങ്ങളെല്ലാം ഉണ്ടാക്കിയ ശേഷമാണ് ഈ ഭീകരർ കറാച്ചിയിലെ പോലീസ് ആസ്ഥാനത്തിലേക്ക് പ്രവേശിച്ചതെന്നും നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. പാകിസ്ഥാൻ താലിബാൻ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 8 പേരടങ്ങിയ തീവ്രവാദി സംഘമാണ് ഈ പാകിസ്ഥാൻ കറാച്ചിയിലെ പോലീസ് ആസ്ഥാനത്തിലേക്ക് പ്രവേശിച്ചതെന്ന് നമ്മൾ അറിയാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ 3 പേരെ ഇപ്പോൾ ജീവനോടെ പിടിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഭദ്ര, ആൻസില, അതേസമയം അമേരിക്കയിലും വീണ്ടും വെടിവയ്പുണ്ടായി എന്നൊരു റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. മിസിസിപ്പിയിലാണ് വെടിവയ്പുണ്ടായത്. 6 പേർ കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എപ്പോഴായിരുന്നു മിസിസിപ്പിയിൽ ഇത്തരത്തിലൊരു ഭീകര പ്രവർത്തനം ഉണ്ടായത്? നമുക്കറിയാം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കാനഡയിൽ സ്കൂളുകളിലെല്ലാം തന്നെ വെടിവയ്പ് ഇപ്പോൾ തുടർക്കഥയായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനിടയിലാണ് മിസിസിപ്പിയിലെ ഈ ഒരു വാർത്ത കൂടി പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഭദ്ര, ആദ്യം തന്നെ നമ്മളൊരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ഈ 2023 ആരംഭിച്ച ശേഷം നമുക്കറിയാം ഇന്ന് ഫെബ്രുവരി 18 മാത്രമായതേ ഉള്ളൂ. ഇതിനിടയ്ക്ക് 73 ഇത്തരത്തിലുള്ള വെടിവെപ്പുകളാണ് അമേരിക്കയിൽ മാത്രം ഉണ്ടായിരിക്കുന്നത്. വളരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ ഏറ്റവും അവസാനമാണ് ഈ മിസിസിപ്പിയിലെ വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഞായറാഴ്ച മിസിസിപ്പിയിൽ ഇത്തരത്തിലുള്ള സമാനമായ രീതിയിൽ ഒരു വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇന്ന് വെള്ളിയാഴ്ച പ്രാദേശിക സമയം 11 മണിയോടുകൂടിയാണ് മിസിസിപ്പിയിൽ വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. മിസിസിപ്പിയിലെ അർക്കാബട്ട്ല പട്ടണത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 300 ആളുകൾ മാത്രം പാർക്കുന്ന ഒരു ചെറിയ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ അർക്കാബട്ട്ല എന്ന് പറയുന്ന പട്ടണം. ഇവിടെയാണ് ഈ വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. 6 പേര് ഈ വെടിവെപ്പിൽ മരണപ്പെട്ടു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അക്രമി ആദ്യം ഈ അർക്കാബട്ട്ല പട്ടണത്തിലെ ഒരു കടയിൽ വെടി ഉതിർത്ത ശേഷം അവിടെ വെച്ച് ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിന് തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ കയറി വെടി ഉതിർക്കുകയായിരുന്നു. ആ വീട്ടിൽ
വീട്ടിലുണ്ടായിരുന്നത് ഈ അക്രമിയുടെ മുൻ ഭാര്യ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ മുൻ ഭാര്യയെ വെടിവെച്ച് കൊല്ലുകയും അതിനുശേഷം കാറിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച അക്രമിയെ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയുമായിരുന്നു. ഈ അതിനുശേഷം നടത്തിയ പരിശോധനയിൽ കാണാൻ സാധിച്ചത് റോഡിലും അതോടൊപ്പം തന്നെ കാറിലും ഈ കടയ്ക്കുള്ളിലും ഈ വീടുകളിലുമായ ഇങ്ങനെ ഇത്രയും സ്ഥലങ്ങളിലായിട്ടാണ് ഈ 6 മൃതദേഹങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്നാൽ എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല. സംസ്ഥാന ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ ഈ മിസിസിപ്പിയിലെ വെടിവെപ്പിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്.